നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ താമസ സ്ഥലത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ പ്രവാസികൾ പിടിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം പ്രവാസികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് കടത്ത് ലക്ഷ്യം വെച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്ന് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഷാർജയിലായിരുന്നു ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. AC യൂണിറ്റുകളുടെ അറ്റകുറ്റപ്പണിക്കായി വന്ന മറ്റൊരു പ്രവാസിയാണ് ചെടികൾ കണ്ടത്. സംശയം തോന്നിയ ഇയാൾ പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. ഉടൻ തന്നെ അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയ പോലീസ് സംഘം വിപുലമായ സംവിധാനങ്ങളോടെ പ്രവർത്തിച്ചിരുന്ന ഒരു നഴ്സറിയാണ് കണ്ടെത്തിയത്. 6 കഞ്ചാവ് ചെടികൾ ഒരു ടെന്റിൽ അനുകൂല കാലാവസ്ഥ കൃത്യമായി സൃഷ്ടിച്ചാണ് വളർത്തിയത്. കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുത്തു. സംഘം അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തത് തന്നെ കഞ്ചാവ് കൃഷിക്ക് വേണ്ടി മാത്രമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും അധികൃതർ പറയുന്നു. സംഭവത്തെ തുടർന്ന് ഷാർജ പബ്ലിക് പ്രോസിക്യൂഷൻ വിശദമായ അന്വേഷണം നടത്തുകയാണ്. പിടിയിലായ പ്രവാസികൾ ഒരു ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ളവരാണെന്ന വിവരം മാത്രമേ അധികൃതർ പുറത്തുവിട്ടിട്ടുള്ളൂ. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പിടിച്ചെടുത്ത കഞ്ചാവ് ചെടികളുടെ ചിത്രങ്ങളും പ്രോസിക്യൂഷൻ പുറത്തുവിട്ടിരുന്നു. അതേസമയം സൗദിയിൽ മയക്കുമരുന്നിനെതിരായി ആരംഭിച്ച ക്യാമ്പയിൻ ഫലം ചെയ്തു വരുന്നതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു. ക്യാമ്പയിൻ പരിശോധനകൾ ആദ്യഘട്ടത്തിലാണ്. ലക്ഷ്യം കൈവരിക്കുന്നതിന് കൂടുതൽ ശക്തമായ പരിശോധനകളും നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്ത് മയക്കുമരുന്നിനെതിരെ പ്രഖ്യാപിച്ച യുദ്ധം വിജയം കൈവരിച്ചു വരുന്നതായി സൗദി ആഭ്യന്തരമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൗദ് രാജകുമാരനാണ് അറിയിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി മന്ത്രാലയ ആസ്ഥാനത്ത് സ്ഥാപിച്ച സെൻട്രൽ ഓപ്പറേഷൻ ഓഫീസ് സന്ദർശിച്ച് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുമായ മന്ത്രി ചർച്ചയും നടത്തി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നിർദ്ദേശാനുസരണവും പിന്തുണയോടും കൂടിയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. മയക്കുമരുന്ന് വിതരണക്കാരെയും കടത്തുകാരെയും നിർദാക്ഷിണ്യം നേരിടുകയാണ് രാജ്യം. യുവതലമുറയെ ലക്ഷ്യം വെക്കാനും രാജ്യസുരക്ഷ തകർക്കാനും ഇത്തരക്കാരെ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിൽ തങ്ങളുടേതായ പങ്കാളിത്തം നടത്തിവരുന്ന സുരക്ഷാ ജീവനക്കാരെയും പൊതുജനങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.